പറക്കമുറ്റാത്ത നിങ്ങളെ ഒരു ദയം കൂടാതെ തെരുവിലേക്ക് ഇറക്കി വിട്ടതുപോലും ഈ കലാവതിയുടെ ബുദ്ധിയായിരുന്നു. അതൊക്കെ അവള് ചന്ദ്രേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇനിയും ചന്ദ്രേട്ടന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സമയമുണ്ട്. മക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ അത് സാധിക്കും. എന്നെയും കൊണ്ട് കൂട്ടിയാലേ കൂടുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. ചന്ദ്രേട്ടനെ അന്വേഷിച്ച് ഞാൻ കലാവതിയുടെ വീട്ടിൽ പോയിരുന്നു. ആ വട്ടം മഹേന്ദ്രൻ എന്നെ അകത്തേക്ക് പോലും കയറ്റിയില്ല. ആരാധ്യയുടെ കൈ തല്ലിയൊടിച്ച ദുഷ്ടനാ ഞങ്ങളുടെ അച്ഛൻ. അത് കാരണം അവക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതമാ. ഒരച്ഛനും മകളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാ അയാൾ അവളോട് ചെയ്തത്. അന്ന് നടന്നത് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ സത്യാവസ്ഥ ചന്ദ്രേട്ടന്റെ നാവിൽ നിന്ന് നമുക്ക് കേൾക്കണം. ശേ, സ്വന്തം മകളോട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറുന്ന ആളൊന്നും അല്ല നിങ്ങളുടെ അച്ഛൻ. ഒന്നും അല്ലെങ്കിലും ചന്ദ്രേട്ടൻ എന്റെ കൂടപ്പറപ്പല്ലേ. കലാവതിയുടെ കൂടെ കൂടി ഇത്തിരി കുരുട്ടുബുദ്ധിയും കൊള്ളരുതായ്മയും കൈവശം ആക്കിയെന്നുള്ളത് മാത്രമാ ചന്ദ്രേട്ടന് സംഭവിച്ച ദുരന്തം. സത്യത്തില് നിങ്ങളുടെ അച്ഛനൊരു പാവമാ. അപ്പച്ചി വെറുതെ ആങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. എത്ര വലിയ രക്തബന്ധം പറഞ്ഞാലും അയാൾ ആരാധ്യയോട് കാണിച്ചത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ. അതിനാ മനുഷ്യൻ അനുഭവിച്ചേ പറ്റൂ. അല്ല എനക്കെ, അപ്പച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. വാസ്തവത്തിൽ നടന്നെന്താന്ന് അച്ഛന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. അതുവരെ ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ സംസാരിക്കണ്ട. അച്ഛനെക്കുറിച്ച് എനിക്കും ചില ആശങ്കകളൊക്കെ ഉണ്ട്. എന്റെ ഈ തിരക്കുകൾക്കിടയിൽ അച്ഛനെ അന്വേഷിക്കാതിരുന്നത് എന്റെ വലിയ പിഴവാ. എന്തായാലും ഞാനത് തിരുത്താൻ തീരുമാനിച്ചു. എന്റെ അച്ഛനെ അന്വേഷിക്കണമെന്ന് തന്നെയാ എന്റെ തീരുമാനം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. ആഹാ, കൊള്ളാലോ. ഇങ്ങനെ സുഖിച്ച് മൊബൈലിൽ ഗെയിം കളിച്ചിരിക്കാനാണോ നീ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ലീവ് എടുത്ത് വന്നത്? ഞാൻ ഇനി 2 ആഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. 2 ആഴ്ചയോ? ആ, അമ്മമ്മയുടെ മരണാനന്തര കർമ്മങ്ങളും സഞ്ജയനും പുലകുളിയും അടിയന്തരമൊക്കെ കഴിയുമ്പോ ഏകദേശം 2 ആഴ്ച ആവില്ലേ? ദേ, വെറുതെ കുഞ്ഞു കളിക്കരുത്. മര്യാദയ്ക്ക് നാളെ തന്നെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പൊക്കോണം. നിനക്കിത് എന്തിന്റെ കേടാ? ഞാനൊരു 2 ആഴ്ച റെസ്റ്റ് എടുക്കട്ടേന്ന്. അത്രയ്ക്ക് കട്ടിയാ ട്രെയിനിങ്. മനുഷ്യനൊരു വിശ്രമമൊക്കെ വേണ്ടേ? ട്രെയിനിങ് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് നീ ഇഷ്ടം പോലെ വിശ്രമിച്ചോ. ഓ പിന്നെ, വിശ്രമിക്കാൻ പറ്റിയ ജോലിയല്ലേ കിട്ടുന്നേ. ധ്യാനകേച്ചി, ഈ മടിച്ച് 2 ആഴ്ചത്തെ ലീവ് എടുക്കാൻ പോവാണെന്ന്. ആണോടി? ആ, ഞാൻ ഇനി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇത്രയും ലോങ് ലീവ് എടുത്താൽ അത് പ്രശ്നമാവില്ലേ? അങ്ങനെ ചോദിക്കാനകേച്ചി. ലീവ് എടുത്തതിന്റെ പേരിൽ ജോലിയൊന്നും നഷ്ടപ്പെടില്ല. ഇപ്പൊ തന്നെ നീ ഒരുപാട് ലീവ് എടുത്തു. അത്രയും മണിക്കൂറുകൾ കൂടുതൽ ട്രെയിനിങ്ങിൽ നീ പങ്കെടുക്കേണ്ടി വരും. അങ്ങനെ ട്രെയിനിങ് വൈകിയാലേ നിന്റെ അപ്പോയിന്റ്മെന്റും വൈകും. ആദ്യം ജോയിൻ ചെയ്തതിന്റെ പേരില് രാഷ്ട്രപതിയുടെ മെഡലൊന്നും കിട്ടില്ലല്ലോ. നിന്റെ കൂടെ കയറുന്നവരുടെ പിന്നിലായി പോവും നീ. നിന്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോവും. അതെന്താ മനസ്സിലാക്കാത്തെ? ദേ, നാളെ തന്നെ തിരിച്ചു പൊക്കോണം. നിങ്ങൾ എന്തൊക്കെ ബഹളം വെച്ചാലും ഞാൻ എൻഗേജ്മെന്റ് കഴിയാതെ തിരിച്ചു പോവില്ല. വെറുതെ നിർബന്ധിക്കണ്ട. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അയ്യോ, റാണി മേഡം ആണല്ലോ. ഇവരെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? ഇന്ന് 10 മണിക്ക് അമ്മമ്മയുടെ ഫ്യൂണറലാണെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. എന്തായാലും ഇവരുടെ കോളിപ്പം ഞാൻ എടുക്കുന്നില്ല. എടുത്ത ഏണിയാ. അഡ്രസ് ഇത് തന്നെയല്ലേ? അതെ മാഡം.
മരണവീടിന്റെ ആംബിയൻസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ ചടങ്ങുകൾ കഴിഞ്ഞാണോ? ഇന്ന് രാവിലെ 10:30 എന്നോട് പറഞ്ഞത്. ഇപ്പൊ മണി 10:30 ആയല്ലോ. അതെ. എന്തായാലും ഞാനൊന്ന് കേറി നോക്കാം. ശരി മാഡം. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.